ജീവവൈവിധ്യങ്ങൾ. ജീവി ജീവിതം കൊണ്ട് ആഹരിച്ചതിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്ന് നേടിയ പ്രകാശത്തിൻ്റെതും ആകർഷണശേഷിയുടേതുമായ സൂക്ഷ്മ സമ്പാദ്യത്തിൽ നിന്നും അതിൻ്റെ പുനർനിർമ്മിതിക്കുള്ള ജൈവാനുകൂല പ്രത്യേകതകളെ ഉൽപ്പാദിപ്പിക്കാൻ പ്രാപ്തമായി വരുന്നുവെന്നത് പ്രത്യക്ഷമായ അനുഭവവും തെളിവുമാണ്. കൂടാതെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആവശ്യങ്ങൾക്കൊത്തതും ശേഷിക്കൊത്തതുമായ പരിണതി പ്രാപിക്കുന്നതിന് ശാരീരിക പ്രത്യേകതകൾ നിമിത്തം സാധ്യമായിരിക്കുകയും ചെയ്യുന്നു. ഇവയെല്ലാം അടിസ്ഥാനപരമായി പ്രകൃതിയുടെ ജീവനിർമ്മാണം എന്ന പുനരാവിഷ്കാരം ഏറെ സങ്കീർണതകൾ നിറഞ്ഞ പ്രവൃത്തികളിലൂടെ ജീവൻ വഴി സാധിച്ചെടുക്കുന്നു എന്നതിനെ എടുത്തുകാണിക്കുന്നു. പ്രാപഞ്ചികമായ ലക്ഷ്യബോധം നിറയുന്ന കാരണങ്ങളും അതിനൊത്ത കൃത്യമായ പ്രവർത്തന വഴികളും എന്നതായല്ലാതെ ഇപ്രകാരം സംഭവിക്കുന്നതിന് തരമാവുന്നില്ല. ആൺപെൺ ലൈംഗികതയിലൂടെ ഒന്നു ചേർന്ന് നിക്ഷിപ്തമാവുന്ന ഒരു ജീവാനുകൂല സത്തയിലേക്ക് പ്രകൃതിയിൽ നിന്ന് സൂക്ഷ്മമായി പ്രവേശിക്കുന്ന ജീവൻ എന്നത് പ്രവൃത്തി നിമിത്തം ഒന്നായി ചേരാൻ തക്ക യോഗ്യത മുമ്പേ സമ്പാദിച്ചത് തന്നെയാണ്. ആണും പെണ്ണും ലൈംഗികമായി സംഗമിക്കുന്നതിലൂടെ ഉണ്ടായിവരുന്ന ഭൗമ ചാന്ദ്ര സത്തകൾക്കൊത്ത ജീവാനുകൂല ഗുണവിശേഷം എന്നത് ആ രണ്ട് ജീവരൂപങ്ങളുടെ അംശങ്ങൾ തന്നെയാണെങ്കിലും അതിനെ ഒരു ജീവനായി പരിഗണിക്കാനാവുകയില്ല. കാരണം ചന്ദ്രനും ഭൂമിയും ചേർന്ന് ആദ്യ ജീവപ്രവർത്തനം ആരംഭിക്കുന്നുവെങ്കിലും ജീവികളിലെ ഭ്രൂണവളർച്ച സാധ്യമാവുന്നതും പുതുജീവനായി മാറുന്നതും മാതൃപിതൃ ജീവനുകളുടെ തനത് ശേഷികളോട് ഒത്തുവരുന്ന പ്രകൃതിയിലെ നിലനിൽപ്പുകൾ സന്നിവേശിക്കുന്നതിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ആൺപെൺ സംഗമത്തിലൂടെ ജനിക്കുന്നതിന് ഇടവരുന്നത് സൂക്ഷ്മമായി നിൽക്കുന്ന ജീവവിശേഷങ്ങൾക്ക് തന്നെ ആയിരിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ട് പൂവുകളിൽ നിന്ന് വളർന്നു പാകമായ വിത്ത് പ്രകൃതിയെ തനതായി ഉൾക്കൊണ്ട് പുതിയൊരു സസ്യമായി വളരുന്ന പ്രതിഭാസത്തിനു തുല്യമായ ജന്തുതരമായ ആവിഷ്കാരമാവുന്നു. ജീവനും അതിൻ്റെ പ്രവർത്തനശേഷിയും ഒരവസ്ഥയിൽ തന്നെ നിരന്തരമായി നിൽക്കേണ്ടതല്ലാത്തതും കാരണതരമായി പ്രപഞ്ചത്തോളം വളരേണ്ടതും ആയതുകൊണ്ട് അന്തിമമായ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നതുവരെ വിവിധ ഘട്ടങ്ങളായുള്ള രൂപതരമായ പരിണാമം അനിവാര്യതയായി സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ പുതുതായി ജനിക്കുന്നതും എന്നാൽ പ്രകൃതിയിൽ നിന്ന് സൂക്ഷ്മമായി പ്രവേശിക്കുന്നതുമായ ജീവശേഷി എന്നത് മാതൃപിതൃശേഷികളുടെ ഭാഗമായി തന്നെ പ്രകൃതിയിൽ നിക്ഷിപ്തമായിരിക്കുന്ന സൂക്ഷ്മ വിശേഷമാണെന്ന് കാണാം. ഇക്കാരണത്താൽ തന്നെ പുതുതായി ജനിച്ചു വളരുന്ന ഒരു കുഞ്ഞ് എന്നത് മാതൃപിതൃ ശരീരങ്ങളുടെയും ജീവവിശേഷങ്ങളുടെ തന്നെയും അംശവും എന്നാൽ സ്വതന്ത്രവും തനതായ പ്രവർത്തനവും ഇച്ഛകളുമൊക്കെ ഉള്ളതുമായതുകൊണ്ട് സ്വതന്ത്രമായ മറ്റൊരു ജീവൻ തന്നെ ആയിരിക്കുകയും ചെയ്യുന്നു. ഇവിധത്തിൽ നിരീക്ഷിക്കുമ്പോൾ നാം ഓരോരുത്തർക്കും ഓരോ വിധമുള്ള ജീവവിശേഷങ്ങൾക്കും പ്രകൃതിയിൽ നിക്ഷിപ്തമായിരിക്കുന്ന അസംഖ്യം ജീവശേഷികളുടെ അംശങ്ങൾ എന്ന നിലയിൽ ഏറിയും കുറഞ്ഞും ബന്ധമുണ്ടായിരിക്കുന്നതായി കാണാനാവുന്നു. ജീവൻ എന്നത് ഏറ്റവും ചെറുതെന്ന് പോലും പറയാവുന്ന വിധത്തിലുള്ള എന്തെങ്കിലുമല്ലാത്ത ആകർഷണത്തിനും പ്രകാശത്തിനും കാരണമാകുന്ന സങ്കല്പതുല്യമായ അവസ്ഥയാകുന്നു. ജീവൻ രൂപമില്ലാത്തത് എന്നതുപോലെ തന്നെ മനസ്സ് എന്ന മാധ്യമം ഉപയോഗിച്ച് എന്തിലും എവിടെയും എത്ര വേഗത്തിലും കടന്നു ചെല്ലാൻ സാധിക്കുന്നതായ ഊർജവിശേഷവുമാണ്. ഇപ്രകാരമുള്ള ജീവൻ എന്ന സങ്കല്പതുല്യ ശേഷിക്ക് പ്രവേശിക്കാൻ ആവാത്ത വിധത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നതിന് ഖര ദ്രവവാതക അവസ്ഥകളിലുള്ള യാതൊന്നിനും സാധ്യമാകുന്നില്ല. ശരീരമില്ലാതെ പ്രകൃതിയിൽ സൂക്ഷ്മശക്തിയായി നിലനിൽക്കുന്ന ജീവന് തുടർന്ന് പ്രവർത്തിക്കുന്നതിന് ലഭ്യമാവുന്ന അനുകൂല സാഹചര്യം എന്നത്
മുമ്പേ പ്രവർത്തിച്ച വിശേഷതകൾക്ക് ഒത്തതും പ്രവർത്തന പ്രത്യേകതകൾ കൊണ്ട് അതേ ജീവനുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നതുമായ ആൺപെൺ ജീവികളുടെ സംഗമത്തിലൂടെ സംജാതമാവുന്ന ഭൂമിയിലെ ആദി ജീവാരംഭ കാലത്തിന്റെ ജൈവാനുകൂല യോഗ്യതയുടെ വികസിതമായ അവസ്ഥ തന്നെയാണ്. അനുകൂലമായ സാഹചര്യത്തിൽ പ്രവർത്തനനിരതമാവാതിരിക്കാൻ ഊർജത്തിന് സാധ്യമാവുന്നില്ല എന്നതുകൊണ്ട് തന്നെ സൂക്ഷ്മമായ ജീവന് ഇത്തരം ഒരു അനുകൂലാവസ്ഥയിൽ പ്രവർത്തിക്കാതിരിക്കാനും കഴിയില്ല. സൂക്ഷ്മ അവസ്ഥയിൽ നിന്ന് ആൺപെൺ സംഗമത്തിലൂടെ സംജാതമാവുന്ന ജൈവാനുകൂല ഗുണത്തെ ഉപയോഗപ്പെടുത്തി ഭ്രൂണമായി വളരേണ്ടി വരുന്ന ജീവൻ പിതൃഭാവങ്ങളുടേതായ ശേഷിയും സ്വന്തം ശേഷിയും ഒത്തുവരുന്ന വിശേഷമായതുകൊണ്ട് മുൻ ജന്മത്തേതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വൈഭവമായി തീരുന്നു. ഇവിധമുള്ള ജീവവിശേഷത്തിന് പ്രകൃത്യ സാധ്യമാവുന്ന അധികമായ പ്രവൃത്തികൾക്ക് യോജ്യമാകും വിധം ശരീരത്തിന് മാറ്റങ്ങൾ സംഭവിക്കേണ്ടത് തന്നെയാണ്. ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ജീവൻ എന്നതിൻ്റെ സ്ഥൂലരൂപം അഥവാ ശരീരം അല്പമാത്രമായ വ്യതിയാനങ്ങളോടെയാണെങ്കിലും നിരന്തരമായി വികസിതമായി വരികയും പരിണാമവിധേയം ആയിത്തീരുകയും ചെയ്യുന്നു. ഇങ്ങനെ ശരീരം വളർന്ന് പൂർണ്ണതയിൽ എത്തുന്നത് ജീവന് പ്രകൃതിയുടെ അതിസങ്കീർണമായ സൂക്ഷ്മ ശേഷി ആർജിക്കുന്നതിന് വേണ്ടി മാത്രമായിരിക്കുകയും ചെയ്യുന്നു. ജീവിയിൽ മറ്റൊരു രൂപമായി വളരാൻ തുടങ്ങുന്ന പുതുജീവൻ മാതൃജീവന്റെ പ്രവർത്തനങ്ങൾ നിമിത്തമുള്ള പ്രകാശവും വായുവും ആകർഷണ ഊർജവും അടങ്ങുന്ന അതിസങ്കീർണ നിക്ഷിപ്താവസ്ഥകൾ സമ്പാദിച്ച് ആ മാതൃജീവൻ ചലനപ്രാപ്തമായതുപോലെ തന്നെ പുതിയൊരു സൃഷ്ടിയായി സ്വയം പ്രവർത്തനശേഷി ആർജിക്കുമ്പോൾ സ്വതന്ത്രമായി പുറത്തുവരുന്നു. ജീവികളിൽ സംഭവിക്കുന്ന ഈ തുടർ പ്രവർത്തനം ഭൂമിയും ചന്ദ്രനും സംഗമിച്ച് ആദി ജീവരൂപം നിർമ്മിതമായി പ്രവർത്തിച്ചു തുടങ്ങിയ പദ്ധതിയുടെ വികസിത ഭാവം എന്നല്ലാതെ ഒട്ടും തന്നെ ഭിന്നമായ യാതൊന്നുമാകുന്നില്ലെന്ന് കാണാവുന്നതാണ്. ഭ്രൂണാവസ്ഥയിലുള്ള ജീവരൂപം അതിൻ്റെ വളർച്ചയുടെ കാലത്ത് തന്നെ മുജ്ജന്മ പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്ന നിലയിലും മാതൃപിതൃ യോഗ്യതകളിൽ നിന്ന് ശേഷി ഉൾക്കൊണ്ടും മുമ്പത്തേതിൽ നിന്ന് കുറെയെങ്കിലും വ്യത്യസ്തമായ ശരീരത്തിൻ്റെ ഉടമകളായി തീരുകയും മിക്കപ്പോഴും കൂടുതലായ പ്രവർത്തനത്തിന് ശേഷിയാർജിക്കുകയും ചെയ്യുന്നു. ഇവിധത്തിലുള്ള ജനിമൃതികളുടെ ആവർത്തനത്തിലൂടെ സംജാതമായ ജീവവൈവിധ്യം സസ്യ ജന്തു വിഭാഗങ്ങളായി ഭൂമി എമ്പാടും നിറഞ്ഞു വരികയും ചെയ്യുന്നു. ആൺപെൺ സംഗമം എന്ന ആദിഭൗമ വിശേഷത്തിന്റെ വികസിത അവസ്ഥയായ ജൈവാനുകൂല യോഗ്യതയിലൂടെ വീണ്ടും ജനിച്ചു വളരുന്ന ജന്തുജീവൻ ആദിയിലെ പോലെ ആൺപെൺ അവസ്ഥകൾ ചേർന്ന ഒരൊറ്റ രൂപമായിട്ട് വരുന്നില്ല. ആദ്യാവസ്ഥയിൽ ആൺപെൺ രൂപങ്ങൾ ഒന്നായിരുന്നുവെങ്കിലും തനതായ പ്രവർത്തനമുള്ള ഭൗമചാന്ദ്ര സ്വഭാവം നിമിത്തം അനിവാര്യതയോടെ വേർപെട്ട സ്വതന്ത്ര ജീവവിശേഷങ്ങൾ ആയിത്തീർന്നതുകൊണ്ട് പുനർജന്മം സാധ്യമാവുന്നതും ആണായിട്ടോ പെണ്ണായിട്ടോ മാത്രമേ ആകുന്നുള്ളൂ എന്ന് വരുന്നു. ഇവിധം ജനിക്കുന്ന ജീവികൾക്ക് ജന്മം എടുക്കുന്നതിനുള്ള ആൺപെൺ സംഗമ ഗുണങ്ങളുടെ നിക്ഷിപ്ത വിശേഷങ്ങളും ജനിക്കുന്ന ജീവശേഷിയും ചേർന്ന് ആണായിട്ടോ പെണ്ണായിട്ടോ ജനിക്കുകയും ആൺജീവനിൽ കുറെയെങ്കിലും പെൺവാസനകളും പെൺജീവനിൽ ആൺവാസനകളും ഉണ്ടായി നിൽക്കുകയും ചെയ്യുന്നതായി കാണാനാവുന്നു. എന്നാൽ കഴിഞ്ഞുപോയ ജന്മത്തിൽ ആണായിട്ടോ പെണ്ണായിട്ടോ ജനിച്ച ജീവൻ അടുത്ത ജന്മത്തിലും അതേ വർഗഗുണത്തിന്റെ ശരീരം തന്നെ പ്രാപിക്കണം എന്നത് നിർബന്ധമാകുന്നില്ല. ജന്മാന്തരങ്ങളിലൂടെ ആൺപെൺ വൈവിധ്യങ്ങൾ എന്ന് വിളിക്കാവുന്ന വിധത്തിലുള്ള പരിണതികൾ ജീവപ്രവർത്തനങ്ങളുടെയും സൂക്ഷ്മ നിക്ഷിപ്താവസ്ഥകളുടെയും അനുഭവങ്ങളുടെയും ഫലമായിട്ട് സംഭവിക്കുന്നുവെന്ന് കാണാവുന്നതാണ്. അടിസ്ഥാനപരമായി
ജീവൻ എന്നത് ആണോ പെണ്ണോ ആകുന്നില്ല എന്നുള്ളത് അതിൻ്റെ ആദിമ സ്വഭാവത്തിൽ നിന്ന് വ്യക്തമാവുന്നതുമാണ്. ഒരു ജീവന്റെ ആണും പെണ്ണും ആയിത്തീരാനുള്ള യോഗ്യത എന്നത് അതിൻ്റെ നിക്ഷിപ്ത ഗുണവിശേഷങ്ങളും പ്രവൃത്തികളും അത് മുഖാന്തരമുള്ള അനുഭവങ്ങളും മാത്രമായിരിക്കുകയും ചെയ്യുന്നു.